ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ MP4 വീഡിയോസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷനാണ് ഈ ഒരു ലിക്വിഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലിക്വിഡ് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടുന്ന ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലൈറ്റ് മോഷനിലോ ഏതൊരു ആപ്ലിക്കേഷനിലോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെയിം മെത്തേഡാണ് ഏകദേശം എല്ലാവരിലും വരുന്നത്. അപ്പോൾ അത് ലൈറ്റ് മോഷനിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്രാൻസിഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്യൂറേഷൻ മാത്രമേ ഈ ഒരു വീഡിയോക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു റേഷ്യോ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വരിക. മീഡിയയിലേക്ക് വന്ന ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 2 ഫോട്ടോസ് വന്ന് ഞാൻ എടുക്കുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾ 2 ഫോട്ടോസ് എടുക്കുക. ഇതാ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾ ഒരു 2 ഫോട്ടോസ് ഇതേപോലെ എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ട്രാൻസിഷൻ കൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ടായിരിക്കും ഈ ഒരു ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പിഞ്ച് ബൾജോ സർക്കുലർ റിപ്ലൈ ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, സൂം ട്രാൻസിഷനോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സൂം ട്രാൻസിഷനാണ് ഇവിടെ കൊടുക്കുന്നത്, ബേസിക് ആയിട്ടുള്ള ഒരു സൂം ട്രാൻസിഷൻ. ഇതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു കർവാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് ഒരു ഷെയ്ക്ക് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് എഫക്ട്സ് ഫസ്റ്റ് നമ്മൾ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, നമ്മൾ ഓസിലേറ്റ് എഫക്റ്റ് ആഡ് ചെയ്യുക. ദെൻ ആംഗിൾ വന്ന് നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആംഗിൾ കറക്റ്റ് 0 ആക്കി കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിൽ നമ്മൾ വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല, സെയിം ഫ്രീക്വൻസി തന്നെയാണ്. ദെൻ എന്ന് പറഞ്ഞാൽ കീ ഫ്രെയിംസ് നമ്മൾ നേരത്തെ സൂം ട്രാൻസിഷൻ്റെ എൻഡ് കീ ഫ്രെയിമിലെടുത്ത് തന്നെയാണ് ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ എൻഡ് കീ ഫ്രെയിം വരുന്നത്. ദെൻ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം. അപ്പോൾ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0യും ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണോ ഒരു ഷേക്ക് വരേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 150 ആണ്. ഓക്കെ, ഞാൻ അപ്പോൾ 150 സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ദെൻ എന്ന് പറഞ്ഞാൽ ഇതിലും നമ്മൾ നേരത്തെ കൊടുത്ത ഏകദേശം ആ ഒരു സെയിം കർവ് തന്നെ ഇവിടെയും കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം എഫക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിന് ബ്ലർ കിട്ടാൻ നമ്മൾ മോഷൻ ബ്ലർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഒരു ചെറിയൊരു ഷേക്ക് ഒരു സൂമാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഓവർലേ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ലിക്വിഡ് ഓവർലേ എന്ന് പറഞ്ഞാൽ കുറേ അധികം മോഡലിലുള്ള ഓവർലേ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ടെങ്കിൽ ലിക്വിഡ് ഓവർലേസ് എന്ന് അടിച്ചാൽ കുറേ അധികം ഓവർലേസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവർലേ പാക്ക് തന്നെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇത്രയും അധികം ഓവർലേസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതാ ഈ ഒരു മോഡലിലൊക്കെ ആ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ അധികം ഉണ്ട്. ഓക്കെ, ഇതാ ഇത്രയും അധികം ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ ലിക്വിഡ് ഓവർലേസ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിലും കൂടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇതാ ഈ ഒരു ഓവർലേ ആണ് എടുക്കുന്നത്. ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഓവർലേയുടെ എൻഡ് വരെ ഞാൻ ഒരു ഫോട്ടോ ഒന്ന് വലുതാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഡ്യൂറേഷൻ അതുവരെ സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷണലായിട്ട് നിങ്ങളുടെ ആ ഒരു വീഡിയോക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഓവർലേ നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് അധികം ആൾക്കും മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നമ്മൾ ക്രോമാക്കി അടുത്തതായിട്ട് ആഡ് ചെയ്യുക. ക്രോമാക്കി സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ദെൻ നമുക്ക് ത്രഷോൾഡ് ഒരു ഓപ്ഷൻ ഉണ്ട്. ത്രഷോൾഡ് വന്ന് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ അവിടെ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു ഗ്രീൻ ഔട്ട്ലൈനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രഷോൾഡ് എന്നുള്ള ഭാഗം കൂട്ടിയിട്ട് ഇൻക്രീസ് ചെയ്ത് വരുമ്പം നമുക്ക് ആ ഒരു ഗ്രീൻ കളറ് മാഞ്ഞു പോകും. ഓക്കെ, അതായത് ഡിസേബിൾ ആയി പോകും. ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് പാർട്ട് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു റേഞ്ചിൽ എല്ലാം പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അധികം കളയേണ്ട ഒരു ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ കളഞ്ഞു കൊടുക്കുക. ദെൻ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയറും ആ നമ്മുടെ താഴെയുള്ള ആ ഒരു നെയ്മറുടെ ലെയറും തമ്മിൽ 3ാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതാ അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ നമുക്കിപ്പോൾ കറക്റ്റ് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ലിക്വിഡ് ഓവർലേ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസിഷനാണ്. അത് നമ്മൾ കറക്റ്റ് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിരിക്കും നിങ്ങളുടെ വീഡിയോസിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ 8 വീഡിയോസിലേക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.